Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു CC. എൻ്റെ പേര് കൈലാസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് KSEB ഇലക്ട്രിസിറ്റി വർക്കറിൻ്റെ സിലബസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലേ, നമുക്ക് നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ജൂൺ 3 വരെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ആ സിലബസിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിസമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിസം എന്താണെന്ന് നമുക്ക് പഠിക്കണം, അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിക്കണം, നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് വെച്ചാൽ എന്താ? മാഗ്നറ്റിസം പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രിക് കറണ്ട് ആണ് എന്ത് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. എന്താണ്? വൈദ്യുതി വഴി ഉണ്ടാകുന്ന കാന്തികതയാണ് എന്ത് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. എങ്ങനെ ഉണ്ടാകുന്നത്? നമ്മൾ ഒരു ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യുന്നു, ഒരു ചാലകം, ഒരു കണ്ടക്ടർ വഴി പാസ് ചെയ്യുന്നു. ആ കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാകുന്നു? ഒരു കാന്തിക വല ഉണ്ടാകുന്നു. ഓക്കെ, എന്നാൽ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ, ഇവയെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് ഇറ്റ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു, ഒരു കാന്തിക വല ഉണ്ടാകുന്നു. ഇനി ആ ഫിനോമിനാണ് എന്ത് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇനി അവിടെ ഉണ്ടാകുന്ന ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിനൊരു ഉപായമുണ്ട്. അതാണ് എന്ത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ വലത് കൈ എന്ത് ഇങ്ങനെ ചുറ്റി പിടിക്കുക. ഈ 4 വിരലുകളാണ് എന്ത് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. നമ്മുടെ തമ്പാണ് അവിടുത്തെ കറണ്ട് അല്ലെങ്കിൽ കണ്ടക്ടർ എന്ന് പറയുന്നത്. അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുക. ഓക്കെ, നമുക്കൊരു ഫിഗർ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ എന്തൊക്കെയാണ് അതുമായിട്ട് കണക്ട് ചെയ്ത ടേംസ്, എന്തൊക്കെ ആപ്ലിക്കേഷൻ ആണുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തം എന്താണെന്നാണ്. വൈദ്യുത കാന്തം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സോഫ്റ്റ് ഐറൺ കോർ അഥവാ പച്ചിരുമ്പ് നമ്മൾ എടുക്കുക. പച്ചിരുമ്പ് എന്ന് വെച്ചാൽ മെറ്റലാണ്. അതെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിന് ചുറ്റും ഒരു കണ്ടക്ടർ ഇങ്ങനെ കോയിലാക്കി ചുറ്റുക. ഇങ്ങനെ ചുറ്റി വെക്കുക. ചുറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ കോയിലിലേക്ക് നമ്മൾ കറണ്ട് പാസ് ചെയ്യിക്കുന്നു. ആ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആ പച്ചിരുമ്പ് ഒരു കാന്തമായിട്ട് മാറുന്നു, ഒരു താൽക്കാലിക കാന്തമായിട്ട് മാറുന്നു. അതാണ് ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടുത്തെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക വലയത്തിൻ്റെ ശക്തി എങ്ങനെ കൂട്ടാൻ നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും? കറണ്ട് കൂട്ടാം. നമ്മൾ പാസ് ചെയ്ത വൈദ്യുതിയുടെ അളവ് കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെങ്ത് കൂട്ടാം. അതേപോലെ നമ്പർ ഓഫ് ടേൺസ് യൂസ് ചെയ്യാം. നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ അവിടുത്തെ സ്ട്രെങ്ത് കൂടും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, നല്ല പ്രോപ്പർ ആയിട്ടുള്ളൊരു പച്ചിരുമ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സോഫ്റ്റ് ഐറൺ കോർ ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗർ എന്താ, അവിടെ നമുക്കൊരു ആണി ഉണ്ടല്ലോ, ഒരു പച്ചിരുമ്പിൻ്റെ ഒരു ആണി വെച്ചിട്ടുണ്ട്. ആ ആണിക്ക് ചുറ്റും കോപ്പർ വയർ ചുറ്റി വെച്ചിട്ടുണ്ട്. ആ കോപ്പർ വയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ കറണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിന് ചുറ്റും എന്തുണ്ടാകും, ഒരു കാന്തിക വലയം ഉണ്ടാകുന്നു. ആ കാന്തിക വലയത്തിൻ്റെ എഫക്റ്റ് കാരണം എന്തുണ്ടാകും, നമുക്ക് എന്തെങ്കിലും കാന്തിക ശക്തിയുള്ള മെറ്റീരിയൽസ് നമ്മൾ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ അട്രാക്ട് ചെയ്യും, ആകർഷിക്കപ്പെടും. അതാണ് എന്ത് ഇലക്ട്രോ മാഗ്നറ്റ് അഥവാ വൈദ്യുത കാന്തം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. ഇലക്ട്രിക് ബെല്ല്, സ്കൂളിലൊക്കെ കാണുന്ന ഇലക്ട്രിക് ബെല്ല്, വൈദ്യുത ബെല്ല് നമുക്ക് പറയാം. അതുപോലെ റിലേ സ്വിച്ച് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ ഹൈ ഇലക്ട്രിക് പവർ ഉള്ള സർക്യൂട്ടുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയ സിഗ്നലുകൾ ഉപയോഗിക്കും. ചെറിയ പവറുള്ള സിഗ്നൽസ് ഉപയോഗിക്കുന്ന ഒരു വർക്ക് ചെയ്യുന്ന ഒരു സ്വിച്ചാണ് എന്ത് റിലേ സ്വിച്ച് എന്ന് പറയുന്നത്. ഈ റിലേ സ്വിച്ചിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇലക്ട്രോ മാഗ്നറ്റിസം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് കാണാൻ പറ്റും. ഇനി ട്രാൻസ്ഫോമറുകൾ, മോട്ടേഴ്സ്, ജനറേറ്റേഴ്സ്, ലിഫ്റ്റിംഗ് മാഗ്നറ്റ്, ക്രെയിൻസിനകത്തേക്ക് ഉപയോഗിക്കുന്ന ലിഫ്റ്റിംഗ് മാഗ്നറ്റുകളുണ്ട്. അതൊക്കെ നമുക്ക് എന്താ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്. അതേപോലെ ലൗഡ് സ്പീക്കറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇലക്ട്രോ മാഗ്നറ്റ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കാം ഈ ഫിഗർ എന്താണെന്ന് നോക്കാം. ഈ ഫിഗർ എന്ന് വെച്ചാൽ എന്താ, നമുക്കിവിടെ ജനറേറ്ററിൻ്റെയും മോട്ടറിൻ്റെയും ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയേ, മെയിൻ ഡിഫറൻസ് എന്താ, ഇവിടെ മെക്കാനിക്കൽ ഇൻപുട്ടും ഇവിടെ മെക്കാനിക്കൽ ഔട്ട്പുട്ടുമാണ്. അപ്പം ജനറേറ്ററിൽ നമ്മൾ അകത്തേക്ക് കൊടുക്കേണ്ടത് മെക്കാനിക്കൽ ഇൻപുട്ട്, അതായത് യാന്ത്രികോർജ്ജം നമ്മൾ അകത്തേക്ക് കൊടുക്കണം, മെക്കാനിക്കൽ എനർജി കൊടുക്കണം. നമുക്ക് എന്ത് കിട്ടും, വൈദ്യുതോർജ്ജം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി കിട്ടും. ഈ മോട്ടർ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വൈദ്യുതോർജ്ജം അതായത് ഇലക്ട്രിക്കൽ ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യണം, അകത്തേക്ക് കൊടുക്കണം. നമുക്ക് എന്ത് കിട്ടും, യാന്ത്രികോർജ്ജം അതായത് മെക്കാനിക്കൽ എനർജി നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മോട്ടർ റൂൾ അല്ലെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ ഈ ഒരു മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. കൺഫ്യൂഷൻ നമുക്ക് മാറ്റിയെടുക്കാം. നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലേ, മോട്ടർ ആണെങ്കിലോ
MOTOR. ഇവിടെ എത്ര ആറുണ്ട് മോട്ടറിൽ ഒരാറ്, LHRൽ ഒരാറ്. അപ്പം നമുക്ക് ഓർക്കാം ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് മോട്ടർ വേണ്ടിയാണ്. ഇനിയും റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പം RHR ജനറേറ്റർ. ഇവിടെ ജനറേറ്ററിൽ എത്ര ആറുണ്ട്? ഓക്കെ, ഇവിടെ ഒരാറുണ്ട്, ഇവിടെ ഒരാറുണ്ട്. RHRൽ എത്ര ആറുണ്ട്? ഇവിടെ ഒരാറുണ്ട്, ഇവിടെ ഒരാറുണ്ട്. അപ്പം LHRൽ ഒരാറ്, മോട്ടറിൽ ഒരാറ്, അതുപോലെ RHRൽ രണ്ടാറ്, ജനറേറ്ററിൽ രണ്ടാറ്. നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ എന്താ? യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ ഫോഴ്സ് ഓൺ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന കറണ്ട് ഉള്ള ഒരു കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സ് അല്ലെങ്കിൽ മോഷന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളാണ് എന്ത്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പം ഒരു ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാന്തിക വലയത്തിൽ ഇരിക്കുന്ന ചാലകത്തിനകത്ത് ഉണ്ടാകുന്ന ബലത്തിൻ്റെയോ മോഷൻ്റെയോ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂളാണ് എന്ത്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഇടതുകൈ നിയമം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. സ്ട്രെച്ച് ദ തമ്പ്. നമ്മൾ എന്ത് ചെയ്യുക? തമ്പ് സ്ട്രെച്ച്, തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്? തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ഇങ്ങനെ വെച്ചാണ് നമ്മൾ ഈ റൂൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? മോട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. DC മോട്ടേഴ്സ്, ഇലക്ട്രിക് മോട്ടേഴ്സ് യൂസ് ചെയ്യുന്നു. അതേപോലെ ഇലക്ട്രിക് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡിലൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? മെക്കാനിക്കൽ മോഷൻ ഉണ്ടാകുന്നത്. അത് ഓർത്തോണേ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഇലക്ട്രിക് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡിലൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അവിടെ മെക്കാനിക്കൽ മോഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഫോഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആ റൂൾ നമുക്ക് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം. ഫോർ ഫിംഗർ എന്ന് വെച്ചാൽ ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ, കാന്തിക വലയത്തെ സൂചിപ്പിക്കുന്നു. മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് കരടിനെ സൂചിപ്പിക്കുന്നു. തമ്പ്, തള്ളവിരൽ എന്ന് പറയുന്നത് ഫോഴ്സ് അല്ലെങ്കിൽ മോഷനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ച് അനലൈസ് ചെയ്ത് നോക്കിയേ. തമ്പ് എന്ന് പറയുന്നത് അവിടുത്തെ മോഷനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഫോർ ഫിംഗർ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു. നമ്മുടെ മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് കറണ്ടിനെ സൂചിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ ഫ്ലെമിങ്സിൻ്റെ ഇടതുകൈ നിയമം അല്ലെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് എന്താ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമം. നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റർ റൂൾ അല്ലേ? നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? RHR. ഇവിടെ എന്താണ്? ജനറേറ്റർ. ഇവിടെ ഒരു ആറുണ്ട്, ഇവിടെ ഒരു ആറുണ്ട്. അപ്പോൾ രണ്ട് ആറുള്ളത് കൊണ്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ഈ റൂൾ എന്താണെന്ന് നോക്കാം. ഇവിടെ അതുപോലെ യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ. ഇവിടെ എന്താണ്? ഡയറക്ഷനാണ്. പക്ഷെ ഇവിടെ ഫോഴ്സും മോഷനും ഒന്നുമല്ല, ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെയാണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് വെൻ എ കണ്ടക്ടർ മൂവ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കണ്ടക്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ മോഷൻ ഉണ്ടാകുന്നു. അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിച്ചത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ ഇടതുകൈ നിയമം ഉപയോഗിച്ചത്. ഇനി ഇവിടെ അങ്ങനെയല്ല. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ആകപ്പെടുന്ന അല്ലെങ്കിൽ ആ കണ്ടക്ടറിലേക്ക് ആവേശിക്കപ്പെടുന്ന വൈദ്യുതിയുടെ കറണ്ടിൻ്റെ ഡയറക്ഷനാണ് നമുക്ക് എന്തിന്ന് കിട്ടുന്നത്? ഫ്ലെമിങ്സിൻ്റെ വലതുകൈ നിയമത്തിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയുണ്ട്? വലതുകൈയുടെ തമ്പ്, ഫോർ ഫിംഗർ, ചൂണ്ടുവിരൽ, മിഡിൽ ഫിംഗർ, നടുവിരൽ. അപ്പോൾ നമ്മൾ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരലൊക്കെ വലതുകൈയിലെ അത് ഉപയോഗിച്ച് വേണം നമുക്ക് എന്ത് പറയാൻ? ഈ ഒരു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പറയാൻ. നമ്മൾ ജനറേറ്ററിലും ഡൈനാമോയിലും ഒക്കെ നമ്മൾ ഈ റൂളാണ് ഉപയോഗിക്കുന്നത്. ഇനി മെയിൻ പോയിട്ട് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ മോഷനും മാഗ്നറ്റിക് ഫീൽഡിലൂടെ ചേരുമ്പോൾ എന്തുണ്ടാകുന്നു? അവിടെ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നു. മെക്കാനിക്കൽ മോഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു? അനക്കുന്നു, മൂവ് ചെയ്യിക്കുന്നു. ആ മൂവ് ചെയ്യിക്കുമ്പോൾ അവിടെ ഒരു മെക്കാനിക്കൽ മോഷൻ ഉണ്ടാകും. ആ മോഷനും മാഗ്നറ്റിക് ഫീൽഡും കാന്തിക വലയം കൂടെ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? അവിടെ വൈദ്യുതി ഉണ്ടാകുന്നത്, ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ റൂൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഫോർ ഫിംഗർ, ചൂണ്ടുവിരൽ, തള്ളവിരൽ, നടുവിരലോടെ നമുക്ക് നോക്കാം. ഇങ്ങനെ പിടിക്കുമ്പോൾ എന്താ തള്ളവിരൽ എന്ന് പറയുമ്പോൾ മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി
ചൂണ്ടുവിരൽ എന്ന് പറയുമ്പോൾ ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ നടുവിരൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ EMFനെ അല്ലെങ്കിൽ വോൾട്ടേജിനെയും കറണ്ടിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡും മോഷനും അതുപോലെ ഇൻഡ്യൂസ്ഡ് കറണ്ടും കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു റൂളാണ് റൈറ്റ് ഹാൻഡ് റൂൾ. നമുക്കൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഗ്രാഫല്ല ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, തമ്പ് എന്ന് പറയുമ്പോൾ അവിടെ മോഷൻ അല്ലേ ഉണ്ടാകുന്നത്, മെക്കാനിക്കൽ ഫോഴ്സ് അല്ലേ മോഷൻ. ഇനിയും ഈ ഒരു ഡയറക്ഷനിൽ എന്താ ഉള്ളത്, ഫീൽഡ് അല്ലേ, ഫീൽഡാണ്, മാഗ്നറ്റിക് ഫീൽഡാണ്. ഇവിടെ എന്താ ഉണ്ടാകുന്നത്, EMF അല്ലെങ്കിൽ കറണ്ട്. നമ്മൾ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ വിരലുകൾ പിടിക്കുന്നത്, ഈ 3 വിരലുകൾ എന്തായിരിക്കും, ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഈ റൂള് വാലിഡ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഈ മോഷനും ഫീൽഡും കറണ്ടും അതിൻ്റെ എല്ലാം ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 90 ഡിഗ്രിയിലായിരിക്കും. അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇതെല്ലാം ആക്ട് ചെയ്യുന്നത്. അത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെങ്കിലും റൈറ്റ് ഹാൻഡ് റൂൾ ആണെങ്കിലും ഒരുപോലെയാണ്. അപ്പോൾ നോക്കിയാൽ നമുക്ക് ഡിഫറൻസ് നോക്കാം. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂള്, റൈറ്റ് ഹാൻഡ് റൂള്, അതിൻ്റെ ഒരു എന്തിനാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, മോട്ടേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് റൂള് ജനറേറ്ററിൽ യൂസ് ചെയ്യുന്നു. ഇനിയും ഇതെന്താ ഇവിടെ നമുക്ക് കിട്ടുന്നത്, എന്താ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ മോഷൻ്റെ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടും. ഇനിയും റൈറ്റ് ഹാൻഡ് റൂൾ ആണെങ്കിലോ അവിടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടും. ഇനിയും ഏത് ഹാൻഡാണ് യൂസ് ചെയ്യുന്നത്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ് റൂൾ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ്. അവിടുത്തെ പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ അല്ലെങ്കിൽ മോട്ടർ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ, വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നു, യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. ഇനിയും റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ ജനറേറ്ററിൽ എന്തായിട്ട് മാറുന്നത്, യാന്ത്രികോർജ്ജം മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു, ഇലക്ട്രിക്കൽ എനർജി അഥവാ വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഇതാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആൻഡ് റൈറ്റ് ഹാൻഡ് റൂൾ. അതർവൈസ് അപ്പോൾ എന്ത് പറയാം, വേറെ രീതിയിൽ പറഞ്ഞാൽ എന്ത് വരും, മോട്ടറും ജനറേറ്ററിൻ്റെ ഒരു ഡയറക്ഷൻ്റെ ഡിഫറൻസ് കൂടെ നമുക്ക് കിട്ടും. നമുക്ക് കുറച്ച് ബ്രീഫായിട്ട് നമുക്കൊരു റിവിഷൻ നോക്കാം. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, മോട്ടർ റൂൾ. റൈറ്റ് ഹാൻഡ് റൂള് ജനറേറ്റർ റൂൾ. ഇനി നോക്കിയേ, ഇലക്ട്രോ മാഗ്നറ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നത് പച്ചിരുമ്പായിരിക്കും, സോഫ്റ്റ് അയറൻ കോർ ആയിരിക്കും. പച്ചിരുമ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് അയറൻ കോർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഈസ് സർക്കുലർ. ഒരു സ്ട്രെയിറ്റ് നേരെയുള്ള ഒരു ചാലകം എടുത്താൽ ആ ചാലകത്തിന് ചുറ്റും ഉണ്ടാകുന്ന കാന്തിക വലയം എന്ന് പറയുന്നത് എന്തായിരിക്കും, സർക്കുലർ ആയിരിക്കും, വൃത്താകൃതിയിലായിരിക്കും എന്തുണ്ടാകുന്നത്, അവിടെ കാന്തിക വലയം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഇനി ഒരു മെയിൻ പോയിന്റ് ആണ്, ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ടെസ്ല. നമ്മൾ ക്യാപിറ്റൽ T ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടെസ്ലയാണ് എന്ത്, യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണെന്ത്, നമുക്ക് LHR ലെഫ്റ്റ് ഹാൻഡ് റൂൾ മോട്ടർ, അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്, അവിടുത്തെ മോഷൻ്റെ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടും. ഇനിയും RHR എന്താ, റൈറ്റ് ഹാൻഡ് റൂള്. അത് എന്തുമായിട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നത്, ജനറേറ്ററുമായിട്ടാണ്. അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്, അവിടെ ഉണ്ടാകുന്ന ആ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ അവിടെ ആവേശിക്കപ്പെടുന്ന വൈദ്യുതിയുടെ ഡയറക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിസം കഴിഞ്ഞിരിക്കുകയാണ്. CCയിൽ ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും CC ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ നമുക്ക് ഫ്രീ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ ഫ്രീ ക്വിസ്, പ്രീവിയസ് ഡിസ്കഷൻ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്.